ദജ്ജാലിനെ മനസ്സിലാക്കിയെടുത്ത് മുസ്ലിം ലോകത്ത് പിഴവച്ചിട്ടുണ്ട് എന്റെ വിശ്വാസം ആയിരിക്കാം. കാരണം അത് മുൻഗാമികൾ പറയേണ്ടതല്ല. മുൻഗാമികൾ പറയാത്ത ഇയാൾ പറയണത്. മുൻഗാമികളല്ല ദജ്ജാലിനെ പറയേണ്ടത്. ദജ്ജാൽ പുറത്തിറങ്ങാനായാലാണ് ദജ്ജാൽ ആരാന്ന് അടയാളം കിട്ടും. നിങ്ങളെ ഹൃദയത്തിന്റെ വാതിലടഞ്ഞുകൊണ്ടാണ്. എനിക്ക് ദജ്ജാൽ ആരാന്നറിയും. എനിക്ക് ദജ്ജാൽ ആരാന്ന് പറയും. നിങ്ങൾ പറഞ്ഞ ആളൊന്നും അല്ല ദജ്ജാൽ. ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ ദജ്ജാൽ. കേരളത്തിൽ ദജ്ജാലിനെ പറ്റി പറയുന്ന വയലുകൾ 100% നുണയാണ്. അത് ചിലപ്പോ 100% നുണ. പിന്നെ എല്ലാരും കൂടി ശത്രുക്കളായിക്കളെ. അത്തരം വയലുകൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത്. അന്ന് എനിക്ക് ദജ്ജാലിനെ അറിയില്ല. ഇപ്പോൾ എനിക്ക് ദജ്ജാലിനെ അറിയില്ല. ആരെ പറഞ്ഞത് ദജ്ജാലെന്ന്? ദജ്ജാൽ എന്ന് വിചാരിച്ച ആളൊന്നല്ല. പിന്നെ ആരാണ് ദജ്ജാലിനെ വരുന്നത് കേട്ടാൽ ആരെങ്കിലും ഒരു പീച്ചങ്ങത്തിയൊക്കെ വെച്ച് ഒറ്റക്കണ്ണം വെച്ച്. ഒറ്റക്കണ്ണനല്ല, ഒറ്റക്കണ്ണം തന്നെയാണ്. ഒറ്റക്കണ്ണ തന്നെയാണ്. മൂപ്പര് കണ്ടുക്കണോ? ഒരു പീച്ചങ്ങത്തി ഒരു വെറ്റിൽ നിന്നൊക്കെ മുറുക്കി തിന്ന് തുപ്പി നടക്കുന്ന ഒരാളാണ്. ഇന്നത്തെ വയല് കേട്ടാൽ ആര് ദജ്ജാൽ മുറുക്കുന്ന ആരെങ്കിലും പറയുന്നോ? എന്താ കാക്കേ? ദജ്ജാൽ വലിയ ആളാണ്. ഞാൻ പറയൂല. അറിയില്ല. ആർക്കും അറിയാത്ത എനിക്കറിയാം. നിങ്ങൾ പറയും. ദജ്ജാൽ നിങ്ങൾ വിചാരിച്ച ആളെയല്ല. പിന്നെ ആരാ? ദജ്ജാൽ നിങ്ങൾ വിചാരിച്ച ആളെയല്ല. പിന്നെ ആരാണ്? ഒരിക്കലും അല്ലേ? വിചാരിച്ച ആളെയല്ല ദജ്ജാൽ. ഞങ്ങൾ അങ്ങനെ ഒരാളെ വിചാരിച്ചിട്ടില്ലെന്ന്. ലോകം മുഴുവനും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും ദജ്ജാൽ. വെറുക്കുന്ന ആളാവില്ല. സത്യം. നിങ്ങൾ വിചാരിക്കണത് നിങ്ങൾ ഈ വർണ്ണന കേട്ടാൽ അങ്ങനെ ഒരാളെ ആരാ സ്വീകരിക്കാം? അത്രയും വലിയ സ്ഥാനത്തുള്ള ആളായിരിക്കും ദജ്ജാൽ. ദജ്ജാൽ ഒരിക്കലും ഒരു അങ്ങനത്തെ ഒരാളല്ല. ദജ്ജാൽ ഒരു വ്യക്തിയാണ്. പക്ഷെ അത് ലോകം മുഴുവനും സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ലോകം മുഴുവൻ തള്ളിക്കളുന്ന വ്യക്തിയല്ല. അപ്പോ മുസ്ലിം ലോകവും, ലോകം എന്ന് പറയുമ്പോൾ, ലോകം മുഴുവൻ എന്ന് പറയുമ്പോൾ ലോക മുസ്ലിങ്ങളൊക്കെ സ്വീകരിക്കുന്ന ആളാണ്. നിങ്ങൾ പറഞ്ഞ ആളൊന്നുമല്ല, വലിയൊരാളാണെന്ന് പറഞ്ഞത്. ആരാണ് ഈ വലിയ ആള്? ആരാ ദജ്ജാല്? അല്ല, മൂപ്പർക്ക് അറിയാം, മൂപ്പര് പറയില്ലാന്ന്. അപ്പൊ മൂപ്പരനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? ഇപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൂപ്പര് പറഞ്ഞു വെച്ചിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് മഹദി ആരാന്ന് മൂപ്പർക്ക് അറിയാം, മൂപ്പര് പറയില്ല. അതിനിപ്പോ ഞാൻ തന്നെ മഹദി എന്ന് പറയണോ പറയണ്ടെന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷനിലാണ് മൂപ്പര് നിൽക്കുന്നത്. ഇതേപോലെ തന്നെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന വലിയൊരാളാണ് ദജ്ജാൽ. ദജ്ജാൽ നിങ്ങൾ പറഞ്ഞ ആളൊന്നും അല്ല, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആ ഒരു ആളൊന്നും അല്ല എന്നുള്ളതാണ് ഇപ്പൊ മൂപ്പര് പറയുന്നത്. എന്നിട്ട് പറഞ്ഞത് ദജ്ജാൽ ഒരു വ്യക്തിയാന്നാ പറഞ്ഞത്. ഓക്കെ, ദജ്ജാൽ ഒരു വ്യക്തിയാവട്ടെ, ഒറ്റക്കണ്ണനെ ഉള്ളൂ, അത് ഉറപ്പാണെന്നും മൂപ്പര് പറയുന്നുണ്ട്. മൂപ്പർക്ക് അത് ഉറപ്പാണ്, മൂപ്പര് കണ്ടുക്കണു എന്നൊക്കെയാ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ദജ്ജാല് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ പറഞ്ഞൊന്നല്ല, ഇപ്പോ ഈ പറയപ്പെട്ട ഇയാള് പറയണതാണ് ദജ്ജാല് എന്നാണ് പറഞ്ഞത്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് എനിക്ക് വിലായത്തുണ്ട്, എനിക്കിപ്പോ വഹി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പോലെയല്ലേ അയാൾ ഈ സംസാരിക്കുന്നത്? അയാൾക്ക് ഇപ്പൊ എന്തൊക്കെ അറിവുകൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കണമെന്നല്ലേ ഇപ്പൊ ഈ പറയുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാം നമസ്കാരത്തില്, ഓരോ വക്ത നമസ്കാരത്തിലും അത്തഹിയാത്തിലുള്ള ദുആയില് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് അള്ളാഹുവോട് കാവൽ തേടുന്നുണ്ട്, ശരണം തേടുന്നുണ്ട് ഇല്ലേ? ഒരു പ്രവാചകനും ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട്, ഫിത്ന ഉണ്ടാക്കുന്നവനാണ് ദജ്ജാല്. എന്താണ് ഫിത്ന എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ ആളുകളുടെ ഇടയിലേക്ക് വസ്വാസ് ഉണ്ടാക്കുന്ന കുറെ ദജ്ജാലീങ്ങൾ ഉണ്ട്. അവർക്ക് പറഞ്ഞിട്ടുള്ള പേര് ദജ്ജാലൂന കദ്ദാബൂന എന്നാണ്. മുസൈലിമത്തുൽ കദ്ദാബ് മുതല് മസീഹ് ദജ്ജാല് വരെ 28 കള്ളവാദികൾ വരും. അവർ മൊത്തം 30 ആളുകളാണ്, 30 വിഭാഗമാണ്. ഒരു വ്യക്തി എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റാത്ത ആ 28 എണ്ണത്തില് ദജ്ജാലൂന കദ്ദാബൂനകളായിട്ടുള്ള ഇതുപോലെ വേഷവിധാനങ്ങളിലൂടെ, ഇതുപോലെ അറബ് വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട്, ഇതുപോലെ പച്ച നുണകളും പൊട്ടപ്പോയത്തങ്ങളും പറഞ്ഞുകൊണ്ട് ഉമ്മത്തിനെ വഴിപിഴപ്പിക്കുന്ന ദജ്ജാലുകളും വരും. മൂപ്പര് ദജ്ജാലിനെ കണ്ടുക്കണു. ആരാണ് ദജ്ജാൽ എന്ന് മൂപ്പർക്ക് അറിയാം. ദജ്ജാലിന് ഒരു കണ്ണനുള്ളത് ഉറപ്പാണ്. ദജ്ജാൽ ഒരൊറ്റ വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ ആരെയും ഇയാളോട് പറയാൻ പറഞ്ഞത്? എവിടുന്ന് ഇയാൾക്ക് ഇത് കിട്ടിയത്? നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇനി
ഇയാൾ പറയുന്ന വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇയാളിപ്പോ സംഭവങ്ങൾ പറയലാണല്ലോ ഇപ്പൊ ഇയാളെ പണി. ഇയാളെ ന്യായീകരിച്ചുകൊണ്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. മൂപ്പര് ചില സ്കലിതങ്ങളൊക്കെ പറയും, പക്ഷെ മൂപ്പര് പറയുന്നതൊക്കെ കാര്യം എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്കലിതം പറയണതോ അത് കേട്ടോ കാണി. എന്ന ആയത്തിന് ഞാൻ ഒരുപാട് കാലം കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ 2 കൊല്ലത്തിനിടയിൽ ഒരു അർത്ഥം കണ്ടെത്തി. ഈ ദിക്റിനെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. യൂറോപ്പിൽ നിന്നും ഞാൻ ആ ദിക്റിനെ അന്ത്യനാൾ വരെ സംരക്ഷിക്കും എന്നായിരിക്കും അതിനർത്ഥം. ലോകത്ത് വന്ന എല്ലാ സ്പിരിച്വൽ വേദഗ്രന്ഥങ്ങളെയും നശിപ്പിച്ചത് യൂറോപ്പ് മാത്രമാണ്. യൂറോപ്പ് മാത്രം. യൂറോപ്പ് എനിക്കൊന്നും തിരിയില്ല. സത്യം. എനിക്കിപ്പോൾ അന്തം പോയി. 2 വർഷമൊക്കെ കിട്ടിയിരുന്നു. ഇപ്പൊ അത് മനസ്സിലാവുന്നില്ല, തീരല്ല. അതിപ്പോ നേരത്തെ പറഞ്ഞ ആ വാക്കിൽ തന്നെ പറഞ്ഞു. ഞാന് ഈ ആയത്ത് പണ്ട് കുറെ ഇവിടെ ഓതി നടന്നിരുന്നു, പ്രസംഗിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത്. അൽ ഹിജ്റിലെ 15-ാം അധ്യായം 9-ാമത്തെ ആയത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അതിന് വാക്കർത്ഥമെടുത്താൽ നിശ്ചയമായും നാം തന്നെയാണ് ഈ പ്രമാണത്തെ ഖുർആനെ അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു കൊള്ളും എന്നുള്ളതാണ് ആ ആയത്തിന്റെ ഒരു ആകത്തുക. ഇനി അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ടും അതുപോലെ തന്നെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നൽകിയ വ്യാഖ്യാനം കൊണ്ടും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. മൂപ്പർക്ക് ഇപ്പൊ 2 കൊല്ലായിട്ട് മൂപ്പര് കണ്ടെത്തിയ ഒരു അർത്ഥമാണ് ഇപ്പൊ പറഞ്ഞത്. എന്നിട്ട് ആ അർത്ഥം പറഞ്ഞിട്ട് പറഞ്ഞത് അതാണ് തോന്നുന്നു. മൂപ്പർക്ക് ഉറപ്പില്ല. ഈ ഉറപ്പില്ലാത്ത ഈ സ്വന്തം വ്യാഖ്യാനം എന്തിനാണ് റഹ്മത്തില്ലാത്ത കാസിമ്യങ്ങൾ ഇങ്ങനെ പറയണേ? അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ മുമ്പിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ ബുദ്ധിയും ബോധമുള്ളവർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടങ്ങേറാവും. ഏതായാലും ബുദ്ധിയും ബോധമില്ലാത്തവര് ആയിരിക്കും ഇതിനു മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന് ആക്ഷേപിക്കുന്നല്ല, സത്യമാണത്. അല്ലെങ്കിൽ ഇതുപോലെ പറയുമ്പോൾ ഇത് യൂറോപ്പിൽ നിന്നാണ്, അതൊക്കെ മറ്റൊരു കാര്യമാണ്. പരിശുദ്ധ ഖുർആന് പഠനം നടത്തുന്ന ഒരുപാട് പണ്ഡിതന്മാർ യൂറോപ്പിലും അമേരിക്കയിലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളിൽ, പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെയുള്ള ആളുകളൊക്കെ പൊട്ടന്മാരും പോയത്തക്കാരും ഇതൊക്കെ ഒഴിവാക്കണമല്ലാണ്. ഓലാണ് ഇനിയിപ്പോ സംരക്ഷിക്കുക എന്നുള്ളത്. ഇവിടുന്ന് ആളുകൾ കുടിയേറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനപ്പുറമായിക്കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന പ്രകൃതി മതം, ആ അള്ളാഹുവിന്റെ മതം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്, വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് യൂറോപ്പിലാണ്. അത് അടിസ്ഥാനമാക്കിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. എന്നാൽ മൂപ്പര് പറഞ്ഞത് എന്താണ്? മൂപ്പര് ഇപ്പോ 2 കൊല്ലായിട്ട് മൂപ്പർക്ക് ഇങ്ങനെ തോന്നല് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ആ തോന്നല് ചിലപ്പോ ശരിയായിരിക്കാം, ചിലപ്പോ ഒരു കറക്കിക്കുത്താൻ ഇട്ടിക്കുകയാണ്. അതൊക്കെ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അത് കേട്ടിട്ട് എന്നിട്ട് ഇവിടെ ദുർവ്യാഖ്യാനം നടത്തുന്നത് തെറ്റല്ലേ? അള്ളാഹുവിന്റെ കലാമെടുത്തിട്ട് അതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായേക്കാം എന്ന് പറയുന്നതിനപ്പുറമായിക്കൊണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് 2 കൊല്ലായിട്ട് മൂപ്പര് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പറയുന്നത് ഇങ്ങനെയും ചിലപ്പോൾ ആവുന്നു. അത് നേരത്തെ പറഞ്ഞ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്നുകൂടി കേട്ടു നോക്കുക. അതിൽ അപകടവശം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ കലാമ് അത് വ്യാഖ്യാനിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ടാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകൾ കൊണ്ടാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എന്നടിസ്ഥാനമാക്കിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അതേപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പഠനവിധേയമാക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഇമാമിയങ്ങള് അവര് അത് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്ന് എന്നത് അടിസ്ഥാനമാക്കിയിട്ടാണ്. അല്ലാണ്ട് ഏതോ ഒരു മുറിയുടെ മൂലക്ക് ഇരുന്നിട്ട് മൂപ്പര് ഏതോ ഒരു വയലും കേട്ടിട്ട് അതും ഇതും കൂടി കൂട്ടി അണക്കിയിട്ട് ഒരർത്ഥം ഉണ്ടാക്കുക എന്നുള്ളത് അത് തെറ്റിദ്ധാരണ പരത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും കാണിച്ചത്. ഇദ്ദേഹത്തെ വലിയ വലിയ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നവരെ നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്ന തീജാനി ത്വരീക്കത്ത് അത് അപകടം പിടിച്ച ചില വാദഗതികളുമായിട്ടാണ് മുന്നോട്ട് പോവുക. നിങ്ങൾ കരുതും ഇയാൾ പറയുന്നത് ചില ശരികളുണ്ടല്ലോ എന്ന് തോന്നുന്ന വിധത്തിൽ മൂപ്പർ നിങ്ങളെ
പറഞ്ഞ് ചാക്കിലാക്കും. എന്നാൽ ആ ചാക്ക് കൊണ്ടുപോയിട്ട് സെപ്റ്റി ടാങ്കിലേക്ക് ഇടാനുള്ളതാണ് എന്നുള്ളത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.